നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയ്ക്ക് മികച്ച വളർച്ച. സെപ്റ്റംബറിൽ വ്യാവസായിക വളർച്ച 4% എന്ന റിപ്പോർട്ട്. ചെറുകിട ബാങ്കുകളുടെ വായ്പകളിൽ വളർച്ച. ഈ സാമ്പത്തിക വർഷം വായ്പകൾ 2 ലക്ഷം കോടി രൂപ കടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ. വ്യാപാര യുദ്ധത്തിന് അവസാനമായേക്കും. അതിർത്തി വിഷയങ്ങളിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. സൈനിക നയതന്ത്ര ബന്ധം തുടരാൻ ധാരണ. ബാൾട്ടിക് കടലിലൂടെ വന്ന ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ടാങ്കർ തിരിച്ചുവിട്ടു. ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിൽ തടസ്സമുണ്ടായേക്കുമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 368 പോയിന്റ് ഉയർന്ന് 84,997-ലും നിഫ്റ്റി 117 പോയിന്റ് ഉയർന്ന് 26,053-ലും അവസാനിച്ചു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50 ഒരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന് സമാനമായിക്കൊണ്ട് തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു പോസിറ്റീവ് ബൈസോടെയുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 0.5% കൂടുതലായിരുന്നു നിഫ്റ്റി 50യുടെ ഒരു തുടക്കത്തിൽ നിന്നുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ഏതാണ്ട് ക്ലോസിംഗിനോട് അടുക്കുന്ന സമയത്ത് 0.5% നേട്ടം 0.45% ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി 50 ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു 0.5% അടുത്ത് നിൽക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു കാണുന്നത്. 171 പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു എക്സ്പയറി ദിനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള വോളറ്റിലിറ്റി ത്രൂ ഔട്ട് ദി ഡേ നമുക്ക് വിസിബിൾ ആയിരുന്നു. ഒരു എക്സ്പയറി ഡേക്ക് സമാനമായിട്ടുള്ള ഒരു മൂവ്മെന്റുകളായിരുന്നു നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഇന്ന് പ്രകടമായിട്ടുണ്ടായിരുന്നത്. 25,982 എന്നുള്ള ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത ശേഷം 26,097 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അടുത്ത് ക്രിയേറ്റ് ചെയ്ത 26,104 എന്നുള്ള ആ ഒരു ലെവലിന് തൊട്ടടുത്ത് വരെ നിഫ്റ്റി ഇൻഡെക്സ് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേസമയം ലോവർ സൈഡിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ലോ സൈഡിലേക്ക് വരുന്ന സമയത്ത് 25,960 എന്നുള്ളതായിരുന്നു നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലോ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്നത്തെ ഒരു ട്രേഡിംഗിലുടനീളം ഒരു കൃത്യമായിട്ടുള്ള മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മെറ്റൽ മേഖലയിലും അതോടൊപ്പം തന്നെ അതിന് സമാനമായിട്ട് എനർജി മേഖലയിലും ഒപ്പം തന്നെ റിയൽറ്റി മേഖലയിലും ഒരു നേട്ടം കണ്ടിട്ടുള്ള ദിവസമാണ് ഇന്ന്. എനർജി 1.93% നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. മെറ്റൽ തുടർച്ചയായിട്ടുള്ള നേട്ടങ്ങളുടെ കരുത്തിൽ ഇന്നും 1.5% കൂടുതലുള്ള ഒരു മുന്നേറ്റമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ശരി, മറ്റു വാർത്തകൾ നോക്കാം. നിർമ്മാണ മേഖലയ്ക്ക് മികച്ച വളർച്ച. സെപ്റ്റംബറിൽ വ്യാവസായിക വളർച്ച 4% ആയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് പ്രകാരം ഫാക്ടറി ഔട്ട്പുട്ട് ഓഗസ്റ്റ് മാസത്തിലേത് സമാനമായി സെപ്റ്റംബറിലും 4% വളർച്ച രേഖപ്പെടുത്തി. സെപ്റ്റംബറിൽ വളർച്ച നിർമ്മാണ മേഖലയുടെ മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ ഫലമായിരുന്നു. 2025 സെപ്റ്റംബറിൽ ഉൽപാദന മേഖലയുടെ ഉൽപാദനം 4.8% വർദ്ധിച്ചതായാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4%. അതേസമയം ഖനന ഉൽപാദനം ഒരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 0.2% വളർച്ചയിൽ നിന്ന് 0.4% ചുരുങ്ങി. 2025 സെപ്റ്റംബറിൽ വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3.1% വർദ്ധിച്ചു. ഖനന ഉൽപാദനം ഒരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 0.2% വളർച്ചയിൽ നിന്ന് 0.4% ചുരുങ്ങി. 2025 സെപ്റ്റംബറിൽ വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3.1% വർദ്ധിച്ചു. 2024-2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിലെ 4.1% നിന്ന് 2026 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ സെപ്റ്റംബർ മാസം വരെയുള്ള ആദ്യ പകുതിയിൽ രാജ്യത്തിന്റെ വ്യവസായിക ഉൽപാദനം 3% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെറുകിട ബാങ്കുകളുടെ വായ്പകളിൽ വളർച്ച. ഈ സാമ്പത്തിക വർഷം ചെറുകിട ബാങ്കുകളുടെ വായ്പകൾ 2 ലക്ഷം കോടി രൂപ കടക്കുമെന്നാണ് റിപ്പോർട്ട്. ചെറുകിട ധനകാര്യ ബാങ്കുകളുടെ വായ്പകൾ ഈ സാമ്പത്തിക വർഷം 2 ലക്ഷം കോടി രൂപ കടക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ വായ്പകൾ 16% വളർച്ച രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്രോ ഫിനാൻസ് ഇതര വിഭാഗങ്ങളിലെ തുടർച്ചയായ വികാസം ഈ ഉയർച്ചയ്ക്ക് കാരണമായെന്ന് റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ റിപ്പോർട്ടിൽ പറയുന്നു.
ഈ സാമ്പത്തിക വർഷവും ചെറുകിട ബാങ്കുകളുടെ വളർച്ച തുടരും. ആസ്തി ഗുണനിലവാര ആശങ്കകൾ കുറയ്ക്കുന്നതിന് ബാങ്കുകൾ വൈവിധ്യവൽക്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. SFBക്ക് സാർവത്രിക ബാങ്കിംഗ് ലൈസൻസ് നേടുന്നതിന് നിഷ്ക്രിയ ആസ്തികൾ 1% പരിധി നിശ്ചയിക്കണമെന്ന RBI മാർഗനിർദ്ദേശങ്ങൾ അനുശാസിക്കുന്നു. അതിനാൽ വൈവിധ്യവൽക്കരണം നിർണായകമാണെന്ന് റിപ്പോർട്ട് പറയുന്നു. SFB വായ്പകളിൽ മൈക്രോ ഫിനാൻസ് ഇതര വായ്പകളുടെ വിഹിതം ഇതിനകം 67%. മൈക്രോ ഫിനാൻസ് ഇതര വായ്പകളിൽ മോർട്ട്ഗേജ് അഡ്വാൻസുകൾ, വാഹന വായ്പകൾ, MSE വായ്പകൾ എന്നിവ ഉൾപ്പെടുന്നു. പലിശ നിരക്കുകൾ ഉയരാൻ തുടങ്ങിയ ശേഷം മൊത്തത്തിലുള്ള SFB നിക്ഷേപങ്ങളിൽ റീറ്റെയിൽ നിക്ഷേപങ്ങളുടെ വിഹിതം 70% മുകളിലാണ്. എന്നിരുന്നാലും അതിന്റെ ഘടന ടേൺ ഡെപ്പോസിറ്റുകളിലേക്ക് മാറിയിട്ടുണ്ടെന്ന് ക്രിസിൽ പറഞ്ഞു. നിലവിൽ ഇന്ത്യയിൽ 10 FFBകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ ദക്ഷിണ കൊറിയയിൽ നടക്കും. വ്യാപാര യുദ്ധത്തിന് അവസാനമായേക്കുമെന്നാണ് പ്രതീക്ഷ. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വിരാമത്തിലേക്കെന്ന് സൂചന നൽകി ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നാളെ. വ്യാപാര യുദ്ധത്തിന് അവസാനമായേക്കാവുന്ന നിർണായക ചർച്ചയ്ക്ക് ദക്ഷിണ കൊറിയയാണ് വേദിയാകുന്നത്. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള ചൈനയുടെ തീരുമാനം അടുത്തിടെ രാജ്യം മയപ്പെടുത്തിയിരുന്നു. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണം 1 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്നാണ് ചൈന സമ്മതിച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് മുന്നേ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതായാണ് വിലയിരുത്തൽ. കൂടാതെ അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി വേണ്ടെന്ന് വെച്ച ചൈനീസ് തീരുമാനം അമേരിക്കയിലെ കർഷകരെ തളർത്തിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനാൽ സോയാബീനും ചർച്ചയിൽ നിർണായക വിഷയമാകും. വേദന സംഹാരിയായ ഫെന്റാനിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തുന്നത് സംബന്ധിച്ച തർക്കങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഭിന്നതകൾക്ക് പരിഹാരം കാണാനും US ചൈന ട്രേഡ് ഡീൽ പ്രഖ്യാപിക്കാനാകുമെന്നുമാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അതിർത്തി വിഷയങ്ങളിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരാനും സൈനിക നയതന്ത്ര മാർഗങ്ങളുടെ ആശയവിനിമയം വർദ്ധിപ്പിക്കാനും ധാരണയായതായാണ് റിപ്പോർട്ട്. അതിർത്തി സംബന്ധമായ വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും ചർച്ചകൾ നടത്തി. രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ചൈന ഇന്ത്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത്. ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം തുടരാനും ധാരണയായിട്ടുണ്ട്. സൈനിക നയതന്ത്ര മാർഗങ്ങളിലൂടെ ആശയവിനിമയം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സന്നദ്ധത പ്രകടിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു. 5 വർഷത്തിനു ശേഷം കൊൽക്കത്തയ്ക്കും ഗ്വാങ്ഷുവിനുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനത്തിലും ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളാണെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഓഗസ്റ്റിൽ ചർച്ചകൾ നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാൾട്ടിക് കടലിലൂടെ വന്ന ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ടാങ്കർ തിരിച്ചുവിട്ടു. ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിൽ തടസ്സമുണ്ടായേക്കുമെന്നാണ് സൂചന. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സത്തിന്റെ സൂചനയാണ് റഷ്യൻ ക്രൂഡ് ടാങ്കർ വഴിതിരിച്ചുവിട്ടതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ പ്രതിഫലനമാണ് ഈ നീക്കമെന്നാണ് സൂചന. ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടേക്കാം. ഇത് പ്രധാന ഇന്ത്യൻ എണ്ണ കമ്പനികളെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഡെൻമാർക്കിനും ജർമ്മനിക്കും ഇടയിലുള്ള കടലിടുക്കിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയായിരുന്ന ഫ്യൂറിയ എന്ന റഷ്യൻ എണ്ണ ടാങ്കറാണ് തിരിച്ചുവിട്ടത്. കടലിൽ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷമാണ് വേഗത കുറച്ചുള്ള മടക്കം. റോസ്ഫെനെറ്റ് PJSC വിറ്റ കപ്പലാണ് അഫ്രാമാക്സ് ഉപയോഗിച്ചുവരുന്നത്. നവംബർ 21-നകം 2 കമ്പനികളും ഉൾപ്പെടെ ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നാണ് US ട്രഷറി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവിലയിൽ വർധന. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില ഉയർന്നു. ഗ്രാമിന് 75 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഗ്രാമിന് 11,220 രൂപയായി. പവൻ വില 600 രൂപ വർദ്ധിച്ച് 89,760 രൂപയിലെത്തി. രാവിലെ ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമായിരുന്നു കൂടിയത്. വെള്ളിവിലയിൽ മാറ്റമില്ല. 155 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മാണ മേഖലയ്ക്ക് മികച്ച വളർച്ച. സെപ്റ്റംബറിൽ വ്യാവസായിക വളർച്ച 4% റിപ്പോർട്ട്. ചെറുകിട ബാങ്കുകളുടെ വായ്പകളിൽ വളർച്ച. ഈ സാമ്പത്തിക വർഷം വായ്പകൾ 2 ലക്ഷം കോടി രൂപ കടക്കുമെന്ന് റിപ്പോർട്ട്.
ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ വ്യാപാര യുദ്ധത്തിന് അവസാനമായേക്കും. അതിർത്തി വിഷയങ്ങളിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. സൈനിക നയതന്ത്ര ബന്ധം തുടരാൻ ധാരണ. ബാൾട്ടിക് കടലിലൂടെ വന്ന ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ടാങ്കർ തിരിച്ചുവിട്ടു. ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിൽ തടസ്സമുണ്ടായേക്കുമെന്ന് സൂചന. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.